അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു നമ്മുടെ നാട്ടിലൊരു ഇപ്പം മനസ്സിലാവും ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത്, ഒരു റബ്ബർ തോട്ടമാണിത്. അപ്പോൾ ഞാനിവിടെ വന്നത് വെറുതെ അല്ല. ഞാൻ വന്നു വെച്ചാൽ നമ്മൾ ഇവിടെ ഞങ്ങളുടെ ഈ റബ്ബർ തോട്ടം താഴെയായിട്ടൊരു ചെറിയൊരു ആറുണ്ട്. ആറ് വലിയ ആറാണ്. അപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന ഒരു ആറാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ പോകാറൊന്നുമില്ല. ഇപ്പം വേറെ അപ്പുറത്തൊരു മൂന്നാം മടങ്ങ് അതിന് പറഞ്ഞ് കെട്ടെന്നാണ് ഞങ്ങളോട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ബണ്ടാക്കി കിട്ടിയൊരു ആറുണ്ട്, ഒരു ഇവിടെ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. നേരത്തെയാണ് ഇവിടെ മൂന്നാം മടങ്ങെന്ന് വിളിച്ചിരുന്ന ആറുണ്ട്. മൂന്നാം മടങ്ങെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വഴി ഇങ്ങനെയുള്ള വലിയ വഴിയാണ്. ഒരു കാറിനൊക്കെ ഇറങ്ങി പോവാം, കാറും ബൈക്കും ഇറങ്ങി പോകാനുള്ള വഴിയാണ്. പക്ഷേ നേരത്തെ വഴി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ ഫുൾ തോട്ടമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ നടന്ന വഴിയിലൊരു വഴിയായി മാറത്തില്ല, അതുപോലത്തെ വഴിയായിരുന്നു. ഇവിടെയൊക്കെ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ തന്നെയാണ്. താഴെയൊക്കെ തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ വഴിയും ഇവിടുത്തെ ആംബിയൻസും ഫുൾ ടോട്ടലി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ആറ്റിൽ വന്നിട്ട് തന്നെ കുറേ നാളെ. അപ്പോൾ അവിടുത്തെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. കാരണം ഒരു 2-3 വർഷം മുന്നേ ഒക്കെ ഞാനവിടെ ഞങ്ങളവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ആ ഇറങ്ങുന്ന വഴിയെല്ലാം ഈറയൊക്കെ വന്നിട്ട് ഫുള്ള് എന്താ പറയുക അടഞ്ഞ് ഫുൾ ക്ലോസ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും, ചെളിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റിയ സാഹചര്യമായിരുന്നു. എനിക്കൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ സാധ്യത കുറവാണ്. ഞാൻ അങ്ങോട്ടൊന്ന് ബാക്കി പറഞ്ഞുതരാം. ഈ ആറൊന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി. ഇതാണ്ട് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇറങ്ങാനുള്ള വഴി. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്തോ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ടാ കുറങ്ങാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സ്ലോട്ടർ ഈ മരമൊക്കെ സ്ലോട്ടർ കൊടുത്തേക്കുന്നതാണ്. അപ്പം അവിടെ അതുകൊണ്ട് അതിൻ്റെ താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇത് 2-3 വഴി ഇറങ്ങുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു തിട്ട പോലെ ആയിരുന്നു. ഇവിടെ ചുറ്റും ഒരു തിട്ട പോലെ ആയിരുന്നു. ഇവിടെ നമുക്ക് 2-3 വഴി ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഒറ്റ വഴിയായി. അപ്പോൾ എനിക്ക് ഇറങ്ങാം. അങ്ങ് ഈ ആറ്റിനകത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. ബട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആറിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ആറിനെ ചുറ്റിപ്പറ്റി പണ്ടേ നമ്മുടെയൊക്കെ കുഞ്ഞുകാലങ്ങളിലെ കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. അതായത് ഇവിടെ പ്രേതമുണ്ട്, ആത്മാവുണ്ട്, മറ്റേന്ന് കുറേ കഥകൾ. ഇതൊക്കെ ഉള്ളതാണെന്നോ കള്ളാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മാത്രം അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി മരിച്ചുപോയി. പുള്ളിക്കാരി പറഞ്ഞൊരു കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് പുള്ളിക്കാരി ഇവിടെ കുളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ഇവരുടെ കഥകളിലെല്ലാം സമയം സന്ധ്യാസമയമുണ്ട്. ഒരു 5:30-ക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം. അപ്പം ഞാൻ കഥയിലേക്ക് വരാം. അപ്പം പണ്ട് കേട്ട കുറേ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ പ്രധാനപ്പെട്ട ഈ ആറിനെ ചുറ്റി, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാട്, കുറച്ചുകൂടെയൊക്കെ ഉള്ളിലോട്ട് കാടും ഇതൊക്കെ കിടക്കുന്ന ഈ ഒരു ആറാണ്. കുറച്ച് കാട് ഇതൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തെ പറ്റിയൊരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ കഥയാണ്. അതായത് പുള്ളിക്കാരി പണ്ട് എപ്പോഴും ഇവിടെ കുളിക്കാൻ വന്ന സമയത്ത് ഭയങ്കര പൊക്കമുള്ള ഒരു തെങ്ങിൻ്റെ അത്രയും പൊക്കമുള്ള ഒരു സ്ത്രീ നിന്ന് കുളിക്കുന്നെന്നോ മുടി കഴുകുന്നെന്നോ എന്തൊക്കെയോ കഥകൾ. അതൊരു കഥ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരാൾ പുള്ളിക്കാരൻ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ആറ്റിൻ്റെ അവിടെയാണ്. ഈ ആറിനെ പറ്റിയുള്ള കഥകളാണ് കേൾക്കുന്നത്. ആറ്റിൻ്റെ അവിടെയാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ പുള്ളി കിടന്നുറങ്ങിയാണ്. പക്ഷേ രാത്രി പുള്ളി ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി അവിടെ തന്നെ കിടന്നു. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ കള്ളുപിടിച്ച് പോകല്ലോ കിടന്നുറങ്ങി, രാത്രി ഇവിടെ കിടന്നുറങ്ങിയതാണ് എൻ്റെ ഒരു അന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിനെ കൂടെ ഇറങ്ങണം. ഇതാണ് വഴി. ശരിക്കും ആ വഴിയൊന്നും വലിയ മാറ്റമില്ല. പക്ഷേ നൈസായിട്ട് ഗൈസ് ഇത് കണ്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ വഴി ഒരു കുറച്ചാൾ മുന്നേ വരെ ഇത് മൊത്തം പൊളിഞ്ഞിട്ട് ഈ കാണുന്ന ഈറെല്ലാം കൂടെ കയറി ഫുൾ ബ്ലോക്കായിട്ട് ഈ വഴി മൊത്തം അടഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷേ മൊത്തം കൊതുകുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ബ്ലോക്കായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ അതിനെ ആരോ ക്ലീൻ ചെയ്തായിരിക്കും. എനിക്കിവിടെ ഷോർട്ട് വിടുന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട്. ഇറങ്ങിപ്പം വഴിയുണ്ട്. പക്ഷേ നേരത്തെ പോലെയല്ല. നമുക്ക് ആദ്യം ആറിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് വരാം.
ഞാൻ ആ വഴിയിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് ഇവിടെ നമ്മുടെ ഈ ഇറങ്ങുന്ന തിട്ടയ്ക്ക് അല്പം വീതി ഉണ്ടായിരുന്നു. ഈ തിട്ടയ്ക്ക് വീതി ഇവിടെ ഈ പറഞ്ഞാൽ അവിടെയൊക്കെ കുറച്ചുകൂടെ ക്ലോസ്ഡ് ഓപ്പൺ ആയിരുന്നു. അവിടെയൊക്കെ ഫുൾ ഓപ്പൺ ആയിരുന്നു. ഈ തിട്ട കുറച്ച് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ പണ്ട് മഴയൊക്കെ വരുമ്പോൾ നല്ല വെള്ളമൊക്കെ നല്ല ഇവിടം വരെ കയറുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ കയറ്റൊക്കെ ഒന്നുമില്ല. കുറേ നാളെ ആക്ച്വലി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. തിട്ട ആക്ച്വലി മൊത്തം ചെളിയൊക്കെയാണ് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് അത് കയറാൻ പറ്റുന്ന അറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ. ഇത് മൊത്തം ചെളിയൊക്കെയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ആ സാഹസിക പരിപാടി ഏറ്റെടുത്തു. ഇപ്പം താണ്ട് ഇത്രയും വെള്ളം കയറി കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ ആരും ഇപ്പം കുളിക്കാനൊന്നും വരാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തവും ഓരൊക്കെ ആയിട്ട് ആകെ സീനായിട്ടിരിക്കുകയാണ്. ആ കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുള്ള് പാറയായിരുന്നു. ഇത്രയും ഭാഗത്ത് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ വെള്ളമായിട്ട് അത് ആ ഭാഗത്തായിട്ട് പാറ ഇങ്ങനെ മേളിൽ കിടക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ കുളിച്ച് തുണിയൊക്കെ കഴുകി വെച്ചിട്ട് ആ പാറ ഉണക്കായിട്ട് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചൂടടിച്ചിട്ട്. അപ്പോൾ അതുപോലൊരു ഏരിയ ആയിരുന്നു ആക്ച്വലി ഇത്. നമ്മളിങ്ങനെ ഭയങ്കര രസമായിട്ട് ഇവിടെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ. ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ കഥകളിലൊക്കെ എന്തെങ്കിലും ഒട്ടൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ഇങ്ങനെ പറഞ്ഞ പോലെ ഹൊറർ സ്റ്റോറീസ് ഒരുപാട് നമ്മുടെ നാട്ടിനെ ചുറ്റിപ്പറ്റി ഉണ്ട്. അത് ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. ഇവിടെ ഒരു കഥയൊന്നും അല്ല. എൻ്റെ ഓർമ്മയിൽ ഇപ്പം വന്ന 2 കഥകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവിടെ മൊത്തം വെള്ളമാണ്. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ മൊത്തത്തിൽ നനയും. അപ്പം ഞാൻ തിരിച്ചെന്തായാലും അതുവഴി തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഈ വഴി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം തന്നെ വഴി മൊത്തം കുളമായി. അയ്യോ, കുനിഞ്ഞു പോകണം ഗൈസ്. ഞാൻ കുനിഞ്ഞാണ് ഗൈസ് വരുന്നത്. ആണ് ഞങ്ങളുടെ ഇവിടുത്തെ ആറ്. എൻ്റെ അമ്മ ഇപ്പം ഇങ്ങനെ. അപ്പോൾ കണ്ടാണല്ലോ ആറ്. ഇതാണ് നമ്മുടെ ആറ്. അപ്പോൾ ഞാൻ ക്ഷീണിക്കുന്നത്. അയ്യോ, ഒരു കയറ്റം കയറി വരുന്നു. ഇതിന് ചുറ്റിപ്പറ്റിയുള്ള മരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ എത്തുമ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതൊക്കെ. നല്ല കൊതുക് അടിച്ചു കേട്ടോ ഗൈസ്. എന്തായാലും ആറിൻ്റെ ഒരു വശം നിങ്ങളെ കാണിച്ചു. ഇനി എൻ്റെ വേറെ സൈഡുണ്ട്. അതായത് ഇവിടെ മൊത്തം നമ്മൾ ഈറ കയറി കിടക്കുന്നുണ്ട്. എല്ലാ സൈഡും കാണാൻ പറ്റൂല. അതുകൊണ്ട് ഈറ കയറി കിടക്കുകയാണ് ഇവിടെ മൊത്തം. ഒന്നും എല്ലാം കാണാൻ പറ്റൂല. എന്തായാലും ഞാൻ എൻ്റെ ഒരു വേറെ സൈഡുണ്ട്. അവിടെ കുറച്ച് ഞാൻ മേളിൽ നോക്കിയപ്പോൾ കുറച്ച് ഭാഗം കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ആ ഭാഗം കൂടെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഇറങ്ങി വരുന്ന വഴി. ഇവിടുന്ന് ഇങ്ങോട്ട് ആറ്റി പോവും. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാം. ഞങ്ങൾ ആ ഒരു ഏരിയ പോയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ വിറ ഓടിക്കാനൊക്കെ വരും കേസ്. അപ്പം അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്നു. ഇവിടുന്ന് ഇറങ്ങി ചാടത്തൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് നമുക്ക് ആറ് കാണാൻ പറ്റും. ഞങ്ങൾക്ക് നീന്താനൊക്കെ അത്യാവശ്യം അറിയാം. ഇതാണ് വഴി. ഞാൻ ഈ വഴി കൂടെ ഇറങ്ങി അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇനി ഇവിടെ ഫ്രേം വല്ലതും ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. കുറേ നാളെ ഇങ്ങോട്ട് ആരും ഇങ്ങനെ ആൾതാമസം ആൾപ്പെരുമാറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കരമായി ഡാർക്ക് എനർജി നെഗറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂ ആണിത്. ഇതാണ് ആറിൻ്റെ വ്യൂ. ഓക്കെ, എന്താ പറയുക, ഞാൻ തിരിച്ചപ്പോൾ ഇവിടുന്ന് കയറിയതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വ്ളോഗിൽ എൻ്റെ നാട്ടിൽ ഈ ആറൊന്ന് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഈ ആരും അങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ വ്ളോഗിലൂടെ തന്നെ എൻ്റെ നാട്ടിൽ ഈ ആറ് എനിക്കൊന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുഞ്ഞായിട്ടിരുന്ന സമയങ്ങളിൽ അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊക്കെ വന്നുകൊണ്ടിരുന്ന ആറാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മളൊരുപാട് നൊസ്റ്റാൾജികൾ ഉറങ്ങി കിടക്കുന്ന ആറായി. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കെട്ടെന്ന് നിങ്ങൾ പറയപ്പെടുന്ന നമ്മുടെ ആ ഒരാറുണ്ട് അവിടെ. നാട്ടിനപ്പുറമാണ് ചടയമംഗലം. അവിടെ നിന്ന് കുറച്ച് ദൂരം ആ ആറ് കിടന്നാൽ കുറച്ച് ദൂരം നമുക്ക് നടന്നു പോയാൽ ചടയമംഗലത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ ഉത്സവത്തിനൊക്കെ നടന്നാൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഉത്സവങ്ങളൊക്കെ പോക്ക് കുറവാ. വീടൊക്കെ എന്തൊരു കുറവ് സെറ്റപ്പടേ. അപ്പോൾ കുറേ നാളെ സത്യം പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നത്. അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ അയക്കുന്നുണ്ട്. പിന്നെ ചെറുക്കൻ നേട്ടോടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക്
ഗൈസ്, ഈ കാണുന്ന 2 മരങ്ങളും ഞങ്ങൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് വെച്ച 2 മരങ്ങൾ. ഒന്നൊരു ബദാമും പിന്നെ ഒരു മാവുമാണ്. പാടി അതിലിപ്പോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള കണ്ടം. നമ്മൾ ഈ വയലെന്നൊക്കെ പറയത്തില്ല, വയൽ. ഇവിടെയൊക്കെ പണ്ട് വാഴ ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. കുറേ നാളെ ഞാൻ ഇങ്ങോട്ടൊക്കെ അധികം ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ മൂന്നോടെ വെറുതെ ഇങ്ങനെ ചുമ്മാ വൈകുന്നേരമൊക്കെ ഇരുന്നപ്പം മറ്റേ ഒന്ന് എന്തെങ്കിലും വീടിൻ്റെ ആറ് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ബാക്കി വയലും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. നിങ്ങൾ നേരത്തെ ഇറങ്ങി വന്നിട്ടുണ്ടോ? നിങ്ങളിവിടെ കളിക്കാറുണ്ടോ? എന്താ? അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിരിക്കും. ഇവിടേക്ക് ഇറങ്ങി വരാത്ത എന്ത് ഇത്ര നല്ല സ്ഥലം കിടക്കുമല്ലേ? ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വഴിയും ചെറിയൊരു വരമ്പും ആണ്ട് ഈ ഭാഗത്തായിട്ട് ചെറിയ തോടും ഈ ഭദ്ര വരമ്പ് വരുന്നു. ഇവിടെയൊക്കെ ചെറിയ തോട് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡാക്കി എടുത്തതാണ് ഇവിടെയൊക്കെ. അടി അങ്ങോട്ട് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ പഴയ വയൽ. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത്. ശരി കളി. ഇപ്പം ഞങ്ങൾ ഈ കണ്ട വയലിലാണ് പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത്. ഇവിടെ ഞങ്ങൾ ഈ സൈഡിലായിരുന്നു ബാറ്റ്സ്മാൻ സ്റ്റമ്പ് വെച്ചിരുന്നത്. പിന്നെ അവിടെയൊക്കെ ആയിരുന്നു 6ഉം അങ്ങായിരുന്നു 6, ആ അറ്റമായിരുന്നു 6ഉം 4ഒക്കെ. പിന്നെ ഇവിടെ എന്തൊക്കെ ഔട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറം ആ ഒരു തിട്ടയുടെ മേളിലങ്ങോട്ട് ഔട്ട് എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തോട്ട് 4 അങ്ങനെ ഓട്ടം അങ്ങനെ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കളിയൊക്കെ. പണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെ ആളുകൾ കുറവല്ല. പണ്ടൊക്കെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീറായിക്കോട് കയറാൻ പറ്റും. നീറായിക്കോട് സ്ഥലമുണ്ട് ഞങ്ങളിവിടെ. നമ്മുടെ ഓയൂർ പോകുന്ന റൂട്ട്, ഓയൂർ പോകുന്ന റൂട്ട് നീറായിക്കോട് സ്ഥലമുണ്ട്. ഇതുവഴി നമുക്ക് കയറാൻ പറ്റും. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ചെറിയ പ്രകൃതി മരണീതികൾ. കൂട്ട് വിളിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടുത്തെ പ്രകൃതി രമണീയതയെ കണ്ട് ഞങ്ങളിങ്ങനെ ഞാനും കുഞ്ഞാറ്റയും തുമ്പിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പ്രകൃതി രമണീയതയെ കണ്ട് ഇവരെ പറ്റി ഞങ്ങളത് തിരിച്ച് വീട്ടിനങ്ങോട്ട് പോവാം. അത് തന്നെ അങ്ങനെയാണ്.